ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പാറുവിൻ്റെ റിസപ്ഷൻ ഡേ ആണ്. ഞങ്ങളിതാ ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് റെഡിയായി മണ്ഡപത്തിലെത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ എത്തിയത് കേട്ടോ. പോയപ്പോൾ ഇതാ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് സമയം വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചിറങ്ങി. അപ്പോഴേക്കും ദേ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലുണ്ടായിരുന്നു. മാലിനീച്ചി ദേ നേരത്തെ തന്നെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡിൻ്റെ പറയുവാണെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തു, ഓരോന്ന് വീതം മേടിച്ചു കേട്ടോ. കണ്ടല്ലോ അല്ലേ നിങ്ങൾ? അപ്പം, പൊറോട്ട, ഇടിയപ്പം, പത്തിരി. ചിക്കൻ പറയുവാണെങ്കിൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഫ്രൈ ഉണ്ടായിരുന്നു, ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് നല്ല വരട്ടി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. ഞാനതും കുറച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. കുറച്ചപ്പുറത്ത് കപ്പയും മീനും കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ വിചാരിച്ചു ഇതെല്ലാം ഫുഡ് കഴിച്ചിട്ട് വന്ന് കുറച്ചെങ്കിലും കപ്പ മേടിക്കണമെന്ന്. പക്ഷേ ബിരിയാണി എല്ലാം കൂടെ കഴിച്ചപ്പോഴേക്കും വയറ് ഫുള്ള്. പാറുവിൻ്റെ ഹൽദി വീഡിയോ ഞാൻ ഫുൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാനായിട്ട് മറക്കരുതേ. ദേ പിന്നെ കുറച്ച് ഫ്രൂട്ട് സെക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കട്ടിങ് ഫ്രൂട്ട്സ് ആണ്. പൈനാപ്പിൾ, വാട്ടർമെലൺ, സലാഡ്സ്, പാസ്ത, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ബൗളും വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. അവരുടെ ഡെക്കറേഷൻ നോക്കിയേ, ഫ്രൂട്ട്സിൽ കട്ട് ചെയ്ത് അവരുടെ ഫേസ് വെച്ചേക്കുകയാണ് കേട്ടോ. അഖിലിൻ്റെയും പാറുവിൻ്റെയും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു വാട്ടർമെലൺ മാത്രമേ അവിടെ നിന്ന് കഴിച്ചുള്ളൂ. പിന്നെ പുറത്തെ പരിപാടിയാണ്. ദേ ബ്രൗണിയും ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് ആദ്യം അതങ്ങ് കഴിച്ചു. പിന്നെയാണ് നമ്മുടെ കുലുക്കി സർബത്ത്, ഷാർജ, സൂപ്പ്, അതൊക്കെ തൊട്ടപ്പുറത്തുണ്ട്. ഓരോ സെക്ഷൻ വീതം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ മഴ ചതിച്ചു കേട്ടോ. ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഞങ്ങൾ പിന്നെ അകത്ത് കുറച്ച് സമയം വന്നിരുന്നു. കാര്യം മഴയായതുകൊണ്ട് പുറത്ത് നിൽക്കാനായിട്ടും പറ്റുന്നില്ല, ഫുഡ് കഴിക്കാനായിട്ടും പറ്റുന്നില്ല. പിന്നെയാണ് ഇതാ പയ്യൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിന് സാരിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ ചടങ്ങ് അവിടെ നടക്കുവാണ് കേട്ടോ. പിന്നെ ഇതേ മഴയൊക്കെ തീർന്നപ്പോഴേക്കും ഞങ്ങളിതാ പുറത്തൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോഴേക്കും ഇതാ അവിടെ മീറ്റ് റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ടർ ബന്നും ബജീസും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ്